ഞങ്ങൾ പിടിച്ചോളാം. അപ്പൊ അപ്പൊ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മമ്മു നമ്മുടെ തൊപ്പിയോടൊക്കെ മമ്മു ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ്. വെറൈറ്റി മീഡിയയിലെ ആ ഒരു ഇന്റർവ്യൂ നൈനിഷ അല്ലെ, നൈനിഷ എന്ന് പറയുന്ന ആ ആങ്കർ എടുത്ത ഒരു ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ് നമ്മുടെ യൂട്യൂബ് മൊത്തം. ഒട്ടുമിക്ക എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇപ്പൊ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു ആ ഒരു സംഭവം. അപ്പൊ ഈ ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഈ പറഞ്ഞ മമ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദർസിലൊക്കെ വളർന്ന് ശീലിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾക്കത്ര അതായത് ഒരു മെച്ചുവേർഡ് ആയിട്ട് സംസാരിക്കാൻ അറിയാൻ പാടാത്ത ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഒരു നൈനിഷ എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടായിരുന്നു. എന്തൊക്കെ അതായത് ആളുടെ വായിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. നമ്മൾ അൽജോസിന്റെ ഒക്കെ ഇന്റർവ്യൂ എടുക്കാറുണ്ട്. അൽജോസിനെ നമുക്ക് വേണമെങ്കിൽ അൽജോസിന്റെ വായിൽ നിന്ന് എല്ലാം ചാടിക്കാൻ പറ്റും. നമ്മൾ കുറെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളതെന്ന് അറിയാം. പുള്ളിയുടെ ഒരുപാട് വായിന്ന് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇടാറൊന്നുമില്ല നമ്മുടെ ചാനലിലൊന്നും. പക്ഷെ ഈ പറയുന്ന വെറൈറ്റി മീഡിയ ആയാലും മറ്റുള്ള ചാനലൊക്കെ അവരിൽ നിന്ന് എന്ത് നെഗറ്റീവ് കിട്ടുമെന്ന് ചുഴന്നിരിക്കുകയാണ്. അതായത് ചുഴന്ന് അവരിൽ നിന്ന് എങ്ങനെ അവർക്ക് ഉക്ക് വാങ്ങിച്ചു കൊടുക്കാം, അതാണ് മെയിൻലി ഈ പറയുന്ന ചാനൽസ് ചെയ്യുന്നത്. ഈ വെറൈറ്റി മീഡിയ ഇപ്പൊ എന്തിപ്പോ പൊട്ടൻ ചേട്ടനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെ പിടിച്ച് ഇന്റർവ്യൂ എടുത്തുന്ന ആൾക്കാരാണ് ഈ വെറൈറ്റി മീഡിയ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ തൊപ്പിനെ പറഞ്ഞിട്ടുണ്ടായി, നിങ്ങളിപ്പോ ഒരു പിച്ചക്കാരൻ നടന്നു പോയി കഴിഞ്ഞാൽ വാ കയറി നമുക്ക് ഇന്റർവ്യൂ എടുത്തിട്ട് പോവാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യുന്ന ഒരു ടീമാണ് ഈ വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ മമ്മൂപ്പ നമ്മളിപ്പോ റീസെന്റ് ഇപ്പൊ അവിടെ ഒരു നമ്മുടെ ഇവിടെ നടന്നൊരു ഉദ്ഘാടനത്തിന് മമ്മൂനെ മുൻനിർത്തി തൊപ്പി ഒരുപാട് കാര്യങ്ങൾ ഇപ്പം മമ്മൂന് പുതിയ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മമ്മൂനെ ഫ്രണ്ട് നിർത്തി തന്നെ ചെയ്തിട്ട് ഇപ്പൊ മമ്മൂനെ ഒരു മമ്മു ഇത്ര മേളിലേക്ക് പോയിട്ട് താഴേക്ക് വന്ന അവസ്ഥയിലായിട്ടാണ് ഇപ്പൊ ഈ ഒരു സംഭവം ഇരിക്കുന്നത്. ഞാൻ പറയാം, ആച്ചിക്ക് പറയാനുള്ള അച്ഛ പറഞ്ഞു. അല്ല, ഇപ്പൊ ഇന്റർവ്യൂല് റീച്ച് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇമോഷൻസ് ഇപ്പൊ ചെക്കന് അവനത്ര ഇതില്ല, അറിവില്ലാത്തൊരു പയ്യനാണ് നൈനിഷ. അത് അവൻ പറഞ്ഞു, എനിക്ക് അതിനെപ്പറ്റി ഇവിടെ പറയാൻ പോകുന്ന അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അവൾ അത് വീണ്ടും കയറി ബൂസ്റ്റ് ചെയ്ത് ഇപ്പൊ അവൻ ഈ തൊപ്പി എന്ന് പറഞ്ഞ ആൾക്ക് MRC എന്ന് പറഞ്ഞൊരു മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ ആ മാനേജ്മെന്റിനെ അത് ബാധിച്ചു. ഇപ്പൊ തൊപ്പി പഴയ തൊപ്പിയുടെ ഇതിൽ നിന്ന് അവനിപ്പോ അത്യാവശ്യം സ്റ്റാൻഡേർഡായി പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർമലായിട്ട് ആൾക്കാർ പോസിറ്റീവായിട്ട് അവനെ കണ്ടു തുടങ്ങിയ സമയത്താണ് ഈ ഒരു ഇഷ്യൂ ഇപ്പൊ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്നലെ അവനെ പുറത്താക്കുന്ന ലൈവ് അവനാകെ ചെക്കൻ ഇതായത്. പക്ഷെ ആ ഒരു സംഭവം പ്ലാൻഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? അതായത് ഇങ്ങനെ സംഭവം ഉണ്ടായി, അപ്പൊ നീ കരയുന്ന പോലെ ആക്ട് ചെയ്യും, ഞങ്ങളൊക്കെ ഇങ്ങനെ നിക്കാം എന്നൊരു സംഭവം. ലൈവില് ഞാൻ ലൈവ് കണ്ടിരുന്നു. ലൈവില് കുറെ പേര് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ലൈവില് ചെറിയ ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതൊരു പ്ലാൻഡ് ആണ്. ഇത് ഇങ്ങനെ എന്തോ സംഭവിച്ചു പോയി, നമ്മുടെ ടീമിലുള്ള ചെറുക്കനാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇത് രക്ഷപ്പെടുത്തി എടുക്കണം, അവനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് വിചാരിച്ച് അവർക്ക് ബാധിക്കാനും പാടില്ല എന്ന് വിചാരിച്ച് ചെയ്ത പരിപാടി ആവാം. പോളിംഗും വെക്കുന്നുണ്ടായി, പോളിംഗ് ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ പറയൂ എന്നുള്ള രീതിയിൽ പുറത്താക്കുക എന്നുള്ളത്. ഇവൻ ഒരുപാട് കരയോ അങ്ങനെ സംഭവം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായി. ഇവിടെ മമ്മു അല്ലേ ആങ്കർ ശരിക്കും എന്തിനാണ് ഒരു വിഷയം? അത് അത്രയും ക്രൈം രീതിയിൽ നടക്കുന്ന ഇന്ത്യ ലോ അനുസരിച്ച് ക്രൈം രീതിയിൽ നടക്കുന്ന ഒരു വിഷയമാണ്. ആ പുള്ളിക്കാരി ബൂസ്റ്റ് ചെയ്ത് അവനെ കൊണ്ട് എല്ലാം പറയിപ്പിച്ച് ഒരാൾ അത് കാണുമ്പോ ഫീൽ ചെയ്യുന്നുണ്ടോന്നൊക്കെ ചോദിച്ച് അത് ഭയങ്കര റോങ് ആയിട്ടുള്ള പരിപാടിയാണ്. അതായത് എനിക്കത് പറയാൻ പാടുണ്ടോ എന്ന് പറഞ്ഞതിന് ശേഷം അവള് പറയും. അതായത് ചിലപ്പോ അവരുടെ ക്രൂ ചിലപ്പോ ആളെ കൊണ്ട് പ്രകോപിപ്പിച്ചിട്ടുണ്ടാവും, പറയൂ. അപ്പൊ ഇതേപോലത്തെ ഒരാള് പെട്ടെന്ന്, അതായത് അധികം അത് ലോകം കണ്ടു പരിചയമില്ലാത്ത ഒരു മമ്മു എന്ന് പറയുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങനെ കിട്ടുമ്പോ പുള്ളിയുടെ അത് ഓപ്പൺ ആയിട്ട് ഒരു സംസാരിച്ചുകൊണ്ട് മൊത്തം മനസ്സിലുള്ളതൊക്കെ പുറത്ത്, അതായത് നമ്മുടെ ഇതില് എല്ലാവരും പറഞ്ഞു പോകും. നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ച് പോകും. അത്രയ്ക്കും പറ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ വായന അങ്ങനെയൊക്കെ വന്ന് ഇത്ര ഇതിലേക്ക് ഭയങ്കര ചർച്ചയിലേക്ക് ഇത് മാറി. ഇന്റർവ്യൂവിൽ എന്തിനാണ് അതൊക്കെ ചെയ്യേണ്ട ആവശ്യം? അങ്ങനെ വരുമ്പോൾ കാരണം അവർ എഡിറ്റ് ചെയ്ത് ഒരാഴ്ചയോളം എടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് എഡിറ്റിംഗ് ചെയ്ത് സാധനം അപ്ലോഡ് ചെയ്യണം. അപ്പൊ അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അവർക്ക് ഡിലീറ്റ് ചെയ്ത് ഇട്ടാ പോലെ. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, അവന്റെ ഭാവി അല്ലെങ്കിൽ അവന് നല്ലതല്ല എന്നൊരു തോന്നലൊന്നും ഈ എഡിറ്റർക്ക് പോലും ഉണ്ടായില്ല എന്നാണ് ഞാൻ ആലോചിക്കണം. കാരണം ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത് നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. അപ്പൊ അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് വരും. അപ്പൊ നമുക്കിപ്പോ മിസ്റ്റേക്സ് വരും, നമ്മളെല്ലാവരും മിസ്റ്റേക്സ് വരും. അപ്പൊ അത് കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ് ഒരു എഡിറ്ററിന്റെ ഒരു സംഭവം. ഇങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞാൽ അവന് മോശമായിരിക്കുമല്ലോ, ഇത്രയും ഇതിലേക്ക് പോകുമല്ലോ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ ഒബ്വിയസ്ലി റീച്ചാണ് മെയിൻലി ഓൺലൈൻ മീഡിയ നമ്മളെല്ലാവരും റീച്ച് സംഭവമാണ്. പക്ഷെ റീച്ചിന് വേണ്ടി ഇങ്ങനെ സംഭവം പാടില്ല. പക്ഷെ മമ്മൂന് പ്രമോ നടന്നായിരുന്നെങ്കിൽ സാധനം അപ്ലോഡ് ചെയ്യും? ഇല്ല.
സാധാരണക്കാരനായ ഒരു പയ്യൻ. അവൻ ഇപ്പൊ റീച്ച് ഉണ്ട്, കാരണം അവനിപ്പോ ഇനാഗുറേഷൻ വെച്ച് തുടങ്ങി, ലൈവ് സ്ട്രീം ചെയ്ത് തുടങ്ങി, അവൻ അത്യാവശ്യം ഏണിങ്സ് ആയി തുടങ്ങിയ സമയത്താണ് ഈ സാധനം വന്നേക്കണത്. അപ്പൊ അതുകൊണ്ട് അവന്റെ ചാനൽ ഡിലീറ്റ് ചെയ്തു. അവൻ ചെയ്തോണ്ട് ചാനൽ തൊപ്പി ഒഫീഷ്യലായിട്ട് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അത് അവനെ അത്രത്തോളം അഫക്ട് ചെയ്തു. വേറൊരാളാണ് ഇവര് ചെയ്യില്ല. ഇതപ്പോ അവനായോണ്ടായിരിക്കാം, ആ ഒരു പയ്യനാണല്ലോ ചെയ്താലും നമ്മളെ വലിയ കാര്യത്തിൽ അഫക്ട് ചെയ്യില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം ഇവരിത് ചെയ്തത്. പക്ഷെ പയ്യൻ എന്നൊരു ഇതിൽ ഇവരുടെ വീഡിയോസ് പറയുമ്പോൾ ഇവര് ആക്ച്വലി തൊപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൾഗർലി ഭയങ്കര ആക്റ്റീവ്നെസ് ആയിട്ട് വന്ന് ഇപ്പൊ ഡീസന്റ് ഇറങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ് തൊപ്പി. പക്ഷെ തൊപ്പിക്ക് ഇവനെ കുറ്റം പറയാൻ ഒരു ഇതുമില്ല, കാരണം തൊപ്പി ഇതിനപ്പുറം കാണിച്ചിട്ടാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് പക്ഷെ തൊപ്പി ഒരു ന്യൂട്രലി നിൽക്കേണ്ട ഒരു അവസ്ഥ വരാനുള്ള കാരണം മാനേജ്മെന്റ് ഇപ്പൊ ഉണ്ട്, എംആർസി എന്ന് പറഞ്ഞ മാനേജ്മെന്റ് ഉള്ളതുകൊണ്ട് അതാണ് പറയുന്നത്. നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. മമ്മു ആയാലും ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ഇടാറുണ്ട്, നമ്മുടെ ഇൻസ്റ്റയിലെ കട്ട്സ് ഷോർട്സ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മമ്മുവിനെ ഭയങ്കര വൾഗറായിട്ടാണ് ചിത്രീകരിക്കണേ. അത് തൊപ്പിയുടെ മനസ്സുകൊണ്ട് ചെയ്യുന്നതാണോ അത് പുള്ളി സ്വയം തന്നെ ചെയ്യാമെന്ന് അറിയാൻ പാടില്ല. ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട രീതിയിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ചെയ്യാറുണ്ട്. അതായത് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇവൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇവനിങ്ങനെ ചെയ്യുന്ന അറിയാവുന്നത് മനസ്സ് പക്കത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇവനെ വിളിച്ചേക്കണത്. ഇവനെ വിളിച്ച് അവനിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, അവന് എന്തായാലും കിട്ടും, അവനെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. ആ ഒരു സാധനം ആദ്യം പറിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ചെറുക്കനെ പിടിച്ച് ഇന്റർവ്യൂ എടുത്തത്. അവസാനം ആ ചെറുക്കന്റെ വായിന്ന് എന്തെങ്കിലും, അതായത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടേ ആ സാധനം അവസാനം കിട്ടുകയും ചെയ്തിട്ട് അത്യാവശ്യം അവൻ നല്ല രീതിയിൽ ഉപ്പുവാങ്ങിച്ചു കൊടുക്കും. അവന്റെ കൂടെ ജാസ്തി വേറെ പയ്യനും കൂടെ ഉണ്ടായിരുന്നു ഈ ഇന്റർവ്യൂ ചെയ്യാൻ നേരത്ത്. 1.5 മണിക്കൂറോളം ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവൻ നോക്കിയിരിക്കാണ്. ഇവൻ പറയുമ്പോ ഇവന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുമ്പോ ആ ചെറുക്കന് പറയാം അത് വേണ്ട, പറയണ്ടെന്ന് അവനും പറയാൻ വേണമെങ്കിൽ ആങ്കറിനും പറയാം. പക്ഷെ അവര് മിണ്ടിയില്ല. അത് അവന്റെ മിസ്റ്റേക്ക്, ആങ്കർ ചെയ്ത അവന്റെ മിസ്റ്റേക്ക്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തിനാണ് അതൊരു റീച്ചിന് വേണ്ടിട്ട് ഒരാളുടെ, അത് അവൻ ഏതോ പ്രായത്തിൽ അറിവില്ലാത്ത ചെയ്തത് ആവാൻ ചെയ്യാത്തതാണ്. അവര് ഫണ്ടുണ്ടാക്കാൻ അവനോട് പറഞ്ഞതാണ് മമ്മു പറഞ്ഞത്. ഫണ്ടുണ്ടാക്കാൻ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അവനത് പറഞ്ഞെങ്കിൽ അത് ഇടേണ്ട കാര്യമില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇനി ആയാലും നല്ല കാര്യങ്ങൾ ഇട, ഈ TRP റേറ്റിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിട്ടോ അനാവശ്യമായ സാധനങ്ങൾ അപ്ലോഡ് ചെയ്ത് ഒരാളുടെ ലൈഫ് കളയാൻ പാകത്തിന്. അതായത് ഇനി തൊപ്പി നമ്മുടെ തമ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊപ്പിയുടെ ഒരു പെറ്റു പോലെ നടക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് അവരിൽ നിന്ന് പിരിയണ കാണുമ്പോ ജനങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ തൊപ്പിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഉറപ്പായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. അത് ശരിക്കും പിരിയണയാണെങ്കിൽ അല്ലെങ്കിൽ ശരിക്കും പിരിയണമെങ്കിൽ അറിയില്ല എങ്ങനെയാണെന്ന്. ഇപ്പൊ ഇനി അടുത്ത ദിവസങ്ങളിലുള്ള ലൈവിലും കാര്യങ്ങളൊക്കെ അറിയാൻ മമ്മു ജോയിൻ ചെയ്യോ എങ്ങനെയാ സംഭവം എന്നുള്ളത്, ഇതിന്റെ കേസും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പൊ എന്തായാലും ഈ ഒരു പരിപാടി ചെയ്തതിൽ മൊത്തം രണ്ടു ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. വായിന്നും അങ്ങനെ പറയാണ്ടിരിക്കുക. കൂടുതൽ ചാനലിന്റെ ഭാഗത്താണ് കൂടുതൽ മിസ്റ്റേക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ തന്നേരം കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു.